തിരുവനന്തപുരം കല്ലമ്പലത്ത് ഈന്തപ്പഴത്തിൽ MDMA കടത്തിയ സംഭവത്തിൽ മുഖ്യമന്ത്രി സൈജുവിന്റെ സാമ്പത്തിക ഇടപാടുകൾ പരിശോധിക്കുന്നു. സിനിമാ മേഖല കേന്ദ്രീകരിച്ച് സൈജു ലഹരി ഇടപാട് നടത്തിയെന്നും വിവരമുണ്ട്. മനീഷ് മഹിബാൽ തിരുവനന്തപുരത്തും ചെയ്തു. മനീഷ്, വൻ ലഹരി വേട്ടയായിരുന്നു ഇയാൾ. ചുരുങ്ങിയ കാലയളവിൽ വലിയ ധനികനായി എന്നാണ് കേൾക്കാൻ കഴിയുന്നത്. ഈ തലസ്ഥാനത്തടക്കം ആഡംബര വീട് പണിയുന്നു. അപ്പോൾ ഈ പറയുന്ന സമ്പത്ത് കുന്നുകൂടിയതിലൊക്കെ ലഹരി ഇടപാടിന്റെ പങ്കുണ്ട് എന്നതാണോ സംശയം? സംസ്ഥാനത്ത് തന്നെ പിടികൂടുന്ന ഏറ്റവും വലിയ അളവിലുള്ള MDMA വേട്ടയായിരുന്നു ഇന്നലെ കല്ലമ്പലത്ത് വെച്ച് ഡാൻസ് ഓഫ് സംഘം പിടികൂടിയത്. ഇതുമായി ബന്ധപ്പെട്ട് ഇയാൾക്ക് മറ്റു ചില ബന്ധങ്ങളുണ്ട്. ഇയാളെ സഹായിക്കാൻ വിമാനത്താവളത്തിലടക്കം മറ്റാളുകൾ ഉണ്ട് എന്ന നിഗമനത്തിലാണ് നിലവിൽ അന്വേഷണ സംഘമുള്ളത്. അതുകൊണ്ട് തന്നെ എയർപോർട്ടിലെ CCTV ദൃശ്യങ്ങൾ പരിശോധിക്കും. ഒപ്പം തന്നെ ഈ സൈജു എന്ന സഞ്ജുവിൻ്റെ ബാങ്ക് ഇടപാടുകൾ സൈജുവിൻ്റെ ഭാര്യ കൂടെ ഉണ്ടായിരുന്നു ഈ പിടികൂടുമ്പോൾ. അതായത് ഈ ഈന്തപ്പഴത്തിനകത്ത് വെച്ച് MDMA പിടികൂടുന്ന ഘട്ടത്തിൽ വാഹനത്തിൽ സൈജുവിനൊപ്പം ഭാര്യ കൂടി ഉണ്ടായിരുന്നു. പക്ഷേ ഭാര്യ നിലവിൽ പോലീസ് പ്രതി ചേർത്തിട്ടില്ല. മറ്റു കാര്യങ്ങൾ അന്വേഷിച്ച് ഇതുമായി ബന്ധപ്പെട്ട പങ്കുണ്ടെങ്കിൽ മാത്രമായിരിക്കും പ്രതി ചേർക്കുക. അതുകൊണ്ട് തന്നെ സൈജുവിൻ്റെ ഭാര്യയുടെയും മകളുടെയും അടക്കമുള്ള ബാങ്ക് ഇടപാടുകൾ പരിശോധിക്കും. ഇവർക്ക് ചില വ്യക്തികളുമായി സിനിമാ ബന്ധങ്ങളുണ്ട്. പലരുമായി ഫോണിൽ സിനിമാ നടന്മാരുമായിട്ടുള്ള ഫോട്ടോകളൊക്കെ തന്നെ ഉണ്ട്. പക്ഷേ അതുമായി ബന്ധപ്പെട്ട് ഇവരുമായി ലഹരി ഇടപാടുണ്ടെന്ന് പൂർണ്ണമായി സ്ഥിരീകരിക്കാനാവില്ല. പക്ഷേ സിനിമാ ലൊക്കേഷനിൽ വിതരണമുണ്ട്. എന്താണെങ്കിലും ഈ വർക്കല കേന്ദ്രീകരിച്ച് സഞ്ജുവിന് വലിയ രീതിയിൽ MDMA കച്ചവടമുണ്ട് എന്നുള്ള കാര്യം നേരത്തെ തന്നെ സ്ഥിരീകരിച്ച 2023 കല്ലമ്പലത്ത് ഞെക്കാട് വെച്ചാണ് ഇയാളുടെ വീട്ടിൽ വെച്ചാണ്, അവിടെ ആഡംബര വീട്ടിൽ അവിടെ നായ്ക്കളെ അടക്കം വീട്ടിൽ കാവൽ നിർത്തി MDMA കച്ചവടമുള്ള സമയത്ത് ഇയാളെ പോലീസ് പിടികൂടിയിരുന്നു. ആ കേസിൽ പിന്നീട് ജയിലിലായി. പിന്നീട് ജാമ്യത്തിലിറങ്ങിയ ശേഷമാണ് വിദേശത്ത് പോയി ഈ രീതിയിൽ ഉള്ള ഇടപാടുകളൊക്കെ നടത്തി എമൗണ്ടിൽ ക്വാണ്ടിറ്റിയിൽ MDMA കടത്തിയത് കസ്റ്റംസിന്റെ ക്ലിയറൻസ് ഒക്കെ കഴിഞ്ഞാണ് പുറത്തേക്ക് എത്തിയത്. അപ്പോൾ ഇതിലൊരു അസ്വാഭാവികത സംശയിക്കുന്നുണ്ടോ? സാധാരണഗതിയിൽ വിമാനത്താവളത്തിനകത്ത് വെച്ച് സ്വർണം, ലഹരി തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ പിടികൂടുന്നത് ദൈനംദിന സംഭവങ്ങളാണ്. ഓരോ ദിവസവും അത്തരം സംഭവങ്ങൾ പിടികൂടാറുണ്ട്. രാജ്യത്ത്, ലോകത്ത് എല്ലാ വിമാനത്താവളങ്ങളിലും ഇങ്ങനെയുള്ള വസ്തുക്കൾ പിടികൂടാറുണ്ട്. പക്ഷേ ഇത് വിമാനത്താവളത്തിന് പുറത്തേക്ക് എത്തുക, അല്ലെങ്കിൽ വിമാനത്താവളം വഴി എത്തിയൊരു വസ്തു പിന്നീടും പോലീസ് പിടികൂടുന്നത് അപൂർവ സംഭവങ്ങളാണ്. നേരത്തെ ആലപ്പുഴയിലൊക്കെ തന്നെ ഇത്തരം സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് ഈ മാരാരിക്കുളത്ത് റിസോർട്ടിൽ വെച്ചായിരുന്നു അന്ന് അവരുടെ പക്കൽ നിന്നും MDMA പിടികൂടിയത്. ഇപ്പോൾ ഇതാ ഈ തിരുവനന്തപുരം നഗരത്തിൽ ഇവിടെ ഒരു പ്രധാനപ്പെട്ട പെഡ്ലർ, അതും വിമാനത്താവളത്തിൽ കസ്റ്റംസ് ഉദ്യോഗസ്ഥർ അറിയാതെ എങ്ങനെ ഇത് പുറത്തേക്ക് കൊണ്ടുവന്നു. അതുകൊണ്ടാണ് വിമാനത്താവളത്തിനകത്തെ ദൃശ്യങ്ങൾ പരിശോധിക്കാൻ പോലീസ് തീരുമാനിക്കുന്നത്. അതിനടക്കം പോലീസിന് ചില പരിമിതികളുണ്ട്. വിമാനത്താവളത്തിലടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നത്, അതിൻ്റെ ഒക്കെ തന്നെ നിയമസാധുത കൂടി പോലീസ് തേടുന്നുണ്ട്. സുഹൈൽ, തീർച്ചയായും നർക്കോട്ടിക് കേസ് ബാക്ക്ഗ്രൗണ്ടൊക്കെയുള്ള ഒരാൾ ഇത്തരത്തിൽ വലിയ എമൗണ്ടിൽ MDMA ഈന്തപ്പഴത്തിൽ ഒളിപ്പിച്ച് കസ്റ്റംസ് ക്ലിയറൻസും പൂർത്തിയാക്കി പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ചില അസ്വാഭാവികതകളുണ്ട്. വിശദമായ അന്വേഷണം വേണം. ഉന്നതതല ഇടപെടലുണ്ടോ, ഉന്നതതല ബന്ധങ്ങളുണ്ടോ എന്നടക്കം കാര്യങ്ങൾ വിശദമായി പരിശോധിക്കേണ്ടതുണ്ട്.